ഇപ്പോൾ രണ്ടുപേരാണ് നമ്മളോടുള്ളത്. മാവോയിസിൽ പങ്കെടുത്ത് അവരുടെ അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ടുപേരിൽ നിന്ന് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കൂടി. നമുക്ക് രണ്ടുപേരോടും ചോദിക്കാം. ആദ്യം അശ്വന്താണ്. അശ്വന്ത്, എങ്ങനെയാണ് ഈ മാവോസിയെ താങ്കൾ കാണുന്നത്? ഇവിടെ വന്ന് ഇവിടെ പങ്കെടുത്തപ്പോഴുണ്ടായ അനുഭവം? സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പ് ആഗ്രഹങ്ങൾ, ഒരുപാട് മോഹങ്ങളുള്ള വലിയൊരു വിഭാഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഗ്രഹങ്ങളാണ് അവരെ നയിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ, അതിലെ വഴികളെ സംബന്ധിച്ചുള്ള ധാരണയൊക്കെ വേണം. അപ്പം അങ്ങനെ അത് നമുക്ക് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ആലോചിക്കാം. യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് കയറി നമുക്കിത് കാണാം. പക്ഷേ ഇത് പേഴ്സണലി നമുക്ക് ഇങ്ങനത്തെ ആളുകളുടെ അടുത്തുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവുക, അവരുടെ സെഷൻസ് കേൾക്കുക, അതിനേക്കാളും ഉപരി ഇതൊരു നെറ്റ്വർക്ക് ബിൽഡിംഗ് ആയിട്ട് മാറുന്നു. ഒരുപാട് ഓണ്ടർപ്രണേഴ്സിലെ കുറേ ഐഡിയ ഉള്ള ഒരുപാട് മനുഷ്യർ ഒരുമിച്ച് വന്നു ചേരുന്നു. ഇവിടെ വെച്ച് അവരുടെ ഐഡിയകൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇത് ഐഡിയ കേൾക്കുക മാത്രമല്ല, തൻ്റെ ഐഡിയയെ വളർത്താനും കൂടി ഈ ഒരു പരിപാടി സഹായകരമായിട്ട് മാറുന്നുണ്ട്. ആക്ച്വലി ആ നിലയ്ക്ക് മവാസോ ഒരു ഗുഡ് പ്രൊജക്റ്റാണ്. പേര്? എൻ്റെ പേര് അമിത. ഇപ്പോൾ അശ്വന്ത് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റുന്നു, ഐഡിയാസ് പങ്കുവെക്കാൻ പറ്റുന്നു, ആശയങ്ങൾ പങ്കുവെക്കുക, അത് തന്നെയാണ് മവാസോയുടെ ലക്ഷ്യവും. എങ്ങനെയാണ് അതിനെ കാണുന്നത്, പ്രതികരിക്കുന്നത്? ഇപ്പം അശ്വത്ത് പറഞ്ഞത് തന്നെ, ഇപ്പം പൊതുവായിട്ട് നമ്മൾ യുവാക്കൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഐഡിയ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതായിരുന്നു. അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഒരിക്കലാണ് DYFI ഇവിടെ മവാസോയിലൂടെ ചെയ്തത്. അതൊരു വലിയൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. കാരണം ഇത് ഐഡിയാസായിട്ട്, എന്നാൽ അതിനെ ആ ഐഡിയയെ എങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്കി മാറ്റണം എന്നറിയാതെ, അതിനൊരു ഗൈഡ് ലൈൻ കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ പറ്റുക, അതിനു വേണ്ട വർക്ക്ഷോപ്പുകൾ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ മവാസോയിലൂടെ കൂടി DYFIക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.